ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാനത്ത് ഇന്നു മുതൽ എയർ ഹോൺ പരിശോധന കർശനമാക്കി. ഇന്നു മുതൽ ഞായറാഴ്ച വരെയാണ് പരിശോധന. കണ്ടെത്തുന്നവ നശിപ്പിക്കാൻ നിർദ്ദേശം. വാഹനങ്ങളിലെ എയർ ഹോണുകൾ കണ്ടെത്താൻ സംസ്ഥാനമാകെ പ്രത്യേക പരിശോധന നടത്താൻ നിർദ്ദേശം. തിങ്കളാഴ്ച മുതൽ 19 വരെയാണ് കർണപടം പൊട്ടിക്കുന്ന ഹോണുകൾ കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുക. കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിനിടെ അമിത വേഗത്തിലും ഹോണടിച്ചും പാഞ്ഞ ബസ്സുകൾക്കെതിരെ മന്ത്രി നടപടി എടുത്തിരുന്നു. ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുകയും ഡ്രൈവർമാരുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് പുതിയ നടപടി. അനുമതിയില്ലാതെ വയ്ക്കുന്ന എയർ ഹോണുകൾ കണ്ടെത്തുക മാത്രമല്ല ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തം. ഇവ നിരത്തിലിട്ട് മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ റോഡുകൾ കയറ്റി തകർക്കണമെന്ന തരത്തിലാണ് നിർദ്ദേശം. ഇതിന്റെ ജില്ലാതല കണക്കുകളും നിത്യേന കൈമാറണം. വാഹനങ്ങളിലെ എയർ ഹോണുകൾ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നേരത്തെ ഹൈക്കോടതിയും മോട്ടോർ വാഹന വകുപ്പിന് കർശന നിർദ്ദേശം നൽകിയിരുന്നു. രണ്ടാം ശനിയും ഞായറാഴ്ചയും അവധിയായിരുന്നതിനാൽ നിലവിൽ ഇത് ഉത്തരവായല്ല വന്നത്. പകരം ഉത്തരവാദിത്തപ്പെട്ട മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണിലേക്കാണ് ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് സന്ദേശം ലഭിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് 14 ജില്ലകളിലും നൂതന സാങ്കേതിക വിദ്യയിൽ ഇലക്ട്രിക് വാഹന ചാർജിംഗ് പോയിന്റുകൾ വരുന്നു. കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ അന്തിമ രൂപരേഖ ഈ മാസം 24-ന് തയ്യാറാക്കുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിലും വൈദ്യുത വാഹന ചാർജിംഗ് പോയിന്റുകൾ നൂതന മാതൃകയിൽ സജ്ജമാക്കുന്നു. വിശ്രമത്തിനും വിനോദത്തിനും അവസരമൊരുക്കുന്ന 63 EV റിഫ്രഷ് ആൻഡ് റീചാർജ് കേന്ദ്രങ്ങളാണ് സജ്ജമാവുന്നത്. പ്രാഥമിക നടപടികളെല്ലാം പൂർത്തിയായെന്നും ഒക്ടോബർ 24-ന് പാലക്കാട് ചേരുന്ന യോഗത്തിൽ പദ്ധതിയുടെ അന്തിമ രൂപരേഖ തയ്യാറാക്കുമെന്നും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. ഗതാഗത തിരക്ക് കൂടിയ പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണ് കേന്ദ്രം സജ്ജമാക്കുക. അതാത് പ്രദേശത്തെ ജനപ്രതിനിധികൾ തന്നെ സ്ഥലങ്ങൾ നിർദ്ദേശം ചെയ്യുന്നത് ഉചിതമാകുമെന്നും മന്ത്രി പറഞ്ഞു. കാർബൺ മാലിന്യം വർദ്ധിച്ചുവരുന്ന കാലത്ത് ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നത് തന്നെയാണ് സർക്കാരിന്റെ ലക്ഷ്യം. കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുക. ടെൻഡർ നടപടികളിലേക്ക് ഉടൻ കടക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഒരേ സമയം 4 വാഹനങ്ങൾ ചാർജ് ചെയ്യാം. അതിവേഗ ചാർജിംഗ് സാധ്യമാകുന്ന കേന്ദ്രങ്ങൾക്ക് ഏകീകൃത രൂപരേഖയാണ് പരിഗണിക്കുന്നത്. ചാർജിംഗ് സെന്ററുകളിൽ പ്രീപെയ്ഡ് രീതിക്ക് പകരം QR കോഡ് വഴി പണം അടയ്ക്കാവുന്ന ആപ്ലെസ് സംവിധാനമുണ്ടാകും. ശുചിമുറി, വിശ്രമമുറി, കഫ്റ്റീരിയ എന്നിവയാണ് അനുബന്ധ സൗകര്യങ്ങൾ. വൈദ്യുത വാഹനങ്ങൾക്ക് പ്രിയമേറുന്നുവെന്ന KSEB റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.